ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം നാളെ. ശബരിമല റോപ്പ് വേ പദ്ധതി നിർമ്മാണം വൈകാതെ ആരംഭിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. ആശാവർക്കർമാരോട് സംസ്ഥാന സർക്കാരിന് അനുഭാവപൂർണമായ നിലപാടാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. ആശമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിൽ ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ. ബലിതർപ്പണത്തിനൊരുങ്ങി ആലുവ മണപ്പുറം. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ കിരീട പോരാട്ടത്തിൽ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ കേരളത്തിനെതിരെ വിദർഭ 254 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. സ്ത്രീകളുടെ വികസനത്തിൽ നിന്ന് സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ അവരെ ശാക്തീകരിക്കാനുള്ള ശ്രമങ്ങൾ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഛത്തർപൂരിലെ ഗാധയിൽ ശ്രീ ബാഗേശ്വർ ജൻസേവാ സമിതി സംഘടിപ്പിച്ച സമൂഹ വിവാഹ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വാശ്രയവും ഐക്യമുള്ളതും പരിസ്ഥിതി സൌഹൃദവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ സമകാലിക ആത്മീയ നേതാക്കൾക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം നാളെ ഉച്ചയ്ക്ക് 3:30 സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. വനം, ധനകാര്യം, തദ്ദേശ സ്വയംഭരണം, വൈദ്യുതി, റവന്യൂ, ആരോഗ്യം, ജലസേചനം വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി എന്നിവരും യോഗത്തിൽ സന്നിഹിതരാകും. ശബരിമല റോപ്പ് വേ പദ്ധതി നിർമ്മാണത്തിന് ഉടൻ തുടക്കമാകുമെന്ന് മന്ത്രി വി എൻ വാസവൻ. കൂടാതെ പമ്പയിൽ 265 കോടിയുടെയും നിലയ്ക്കൽ, എരുമേലി, പന്തളം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, പുനലൂർ എന്നിവിടങ്ങളിൽ 145 കോടി രൂപയുടെയും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. സാങ്കേതിക തടസ്സങ്ങളെല്ലാം മാറിയതായും മന്ത്രി വ്യക്തമാക്കി. ആശാവർക്കർമാരോട് സംസ്ഥാന സർക്കാരിന് അനുഭാവപൂർണമായ നിലപാടാണുള്ളതെന്നും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുക കിട്ടാത്തതാണ് കുടിശ്ശിക വരാൻ കാരണമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ. കൊല്ലത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അക്കാര്യത്തിനകത്ത് ശത്രുതാപരമായ നിലപാടൊന്നും നമ്മൾ ആരോടും എടുത്തിട്ടില്ല. നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ അങ്ങേയറ്റം അനുഭാവപൂർവമായ നിലപാടാണ്. ഞങ്ങൾ ചെയ്യാവുന്ന എല്ലാ ന്യായമായ കാര്യങ്ങളും അത് ചെയ്യും എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഇഷ്യൂ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ പ്രധാനപ്പെട്ട മീറ്റിംഗുകളിൽ, ബോഡികളിലെല്ലാം ഉന്നയിച്ചത്. അങ്ങനെ അധിക്ഷേപിച്ച ആരും പറഞ്ഞതായിട്ട് ഒരു ഇതും ഇല്ല. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ വല്ലതും പറഞ്ഞു കാണും. ഇത്തരം വിഷയങ്ങളെ യുഡിഎഫും ബിജെപിയും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. സ്കീം വർക്കേഴ്സിന്റെ കാര്യം പ്രീ ബജറ്റ് മീറ്റിംഗിൽ ഉൾപ്പെടെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാണ്. 12 വർഷമായിട്ടും അലവൻസ് കൂട്ടാൻ കേന്ദ്രം തയ്യാറായില്ലെന്നും ശ്രീ ബാലഗോപാൽ പറഞ്ഞു. ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ സമരത്തിന് കോൺഗ്രസ് പിന്തുണ നൽകുമെന്ന് കെപിസിസി. ആശാവർക്കർമാർ തിരികെ ജോലിക്ക് പ്രവേശിക്കണമെന്നും അല്ലെങ്കിൽ പകരം ആളെ നിയമിക്കുമെന്നുമുള്ള സർക്കുലർ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലും നാളെ കത്തിച്ച് പ്രതിഷേധിക്കുമെന്ന് കെപിസിസി സെക്രട്ടറി എം ലിജു വ്യക്തമാക്കി. മാർച്ച് 3 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റു ജില്ലകളിൽ കളക്ടറേറ്റുകളിലേക്കും പ്രതിഷേധ പ്രകടനവും നടത്തും. നിർമ്മാണം പൂർത്തീകരിച്ച കെഎസ്ഇബി അമ്പലപ്പുഴ സെക്ഷൻ ഓഫീസിന്റെയും സബ് ഡിവിഷൻ ഓഫീസിന്റെയും ഉദ്ഘാടനം മറ്റന്നാൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും. 2300 ചതുരശ്ര അടിയിൽ അമ്പലപ്പുഴ കച്ചേരിമുക്കിന് സമീപമാണ് ഓഫീസ് നിർമ്മിച്ചത്. 36,000-ലധികം ഉപഭോക്താക്കൾക്ക് പുതിയ ഓഫീസിന്റെ പ്രവർത്തനം സഹായകരമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ. ഷെമി സംസാരിക്കാനാകുന്ന അവസ്ഥയിലാണെന്നും ബന്ധുക്കളെ തിരിച്ചറിയുന്നുണ്ടെന്നും ഡോക്ടർ അറിയിച്ചു. അതേസമയം കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഇവരുടെ മൊഴിയെടുത്ത് സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിലെല്ലാം വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജയും സാംസ്കാരിക പരിപാടികളും നടക്കുന്നുണ്ട്. വ്രതനിഷ്ഠയിൽ തിരുവനന്തപുരം ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷങ്ങൾ ആരംഭിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ശിവാലയ ഓട്ടം ഇന്നലെ ആരംഭിച്ചിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
മഹാശിവരാത്രി ആഘോഷിക്കാൻ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ക്ഷേത്രങ്ങളിലേക്ക് ഭക്തർ എത്തിത്തുടങ്ങി. അരുവിപ്പുറം ക്ഷേത്രം, ചെങ്കൽ ശിവക്ഷേത്രം, ആഴിമല ക്ഷേത്രം, മടവുപ്പാറ ക്ഷേത്രം, തളിയൽ മഹാദേവ ക്ഷേത്രം തുടങ്ങി ജില്ലയിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലെല്ലാം വിവിധ ചടങ്ങുകളും ആഘോഷങ്ങളും പുരോഗമിക്കുകയാണ്. എല്ലാ ശിവക്ഷേത്രങ്ങളിലും രാത്രി ഇടവിട്ട് യാമപൂജകൾ നടക്കും. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ശിവാലയ ഓട്ടം മുഞ്ചിറ തിരുമല മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം ആരംഭിച്ചു. 12 ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയ ശേഷം നാളെ രാവിലെ ശിവാലയ ഓട്ടം സമാപിക്കും. ശിവരാത്രി ആഘോഷങ്ങൾക്ക് ആലുവ മണപ്പുറം ഒരുങ്ങി. 116 ബലിത്തറകളാണ് ശിവരാത്രിക്കായി ഇക്കുറി ഒരുക്കിയത്. വൈകിട്ട് മുതൽ ജനങ്ങൾ പിതൃകർമ്മങ്ങൾക്കായി മണപ്പുറത്തേക്കെത്തും. രാത്രി 10 മണിയോടെ ശിവരാത്രി ബലിയും നാളെ രാവിലെ 8:30 വാവ് ബലിയും നടക്കും. പെരിയാറിന് മറുകരയിലുള്ള അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണം നടത്താൻ സൌകര്യമൊരുക്കിയിട്ടുണ്ട്. വൈകിട്ട് മുതൽ നാളെ ഉച്ചവരെ ആലുവ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ ഇന്നത്തെ സർവീസ് സമയം ദീർഘിപ്പിച്ചു. മഹാകുംഭമേള 2025 ഇന്ന് പ്രയാഗ്രാജിൽ സമാപനം. മഹാശിവരാത്രി ദിനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ സ്നാനത്തിനായി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 13-ന് ആരംഭിച്ച മഹാകുംഭമേളയിൽ 64 കോടിയിലേറെ പേരാണ് പങ്കെടുത്തത്. ചടങ്ങുകളുടെ അവസാന ദിനമായ ഇന്ന് കർശന സുരക്ഷയാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെയുള്ള ഗതാഗതം മറ്റന്നാൾ മുതൽ അടുത്ത മാസം 10 വരെ നിരോധിച്ചു. സ്റ്റേഷനിൽ നടക്കുന്ന അമൃത് ഭാരത് പദ്ധതി നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റേഷനിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനാലാണ് നിരോധനം. കെഎസ്ആർടിസി ചങ്ങനാശ്ശേരിയിൽ നിർമ്മിക്കുന്ന പുതിയ ബസ് ടെർമിനൽ കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ വൈകുന്നേരം ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിക്കും. ജോബ് മൈക്കിൾ എംഎൽഎ അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാരെ ടെർമിനലിൽ നിന്ന് വിമാനങ്ങളിലും തിരിച്ചും എത്തിക്കാൻ ഇനി ഇലക്ട്രിക് ബസുകൾ. വിമാനത്താവളത്തെ പരിസ്ഥിതി സൌഹൃദമാക്കാനുള്ള നടപടികളുമായി കൈകോർത്ത് ഇൻഡിഗോ എയർലൈൻസാണ് 4 ഇ പാസഞ്ചർ കോച്ചുകൾ കമ്മീഷൻ ചെയ്തത്. ഒരേ സമയം 35 യാത്രക്കാരെ കൊണ്ടുപോകാൻ സൌകര്യമുള്ള കോച്ചുകളാണിത്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഹസാർഡ് അനലിസ്റ്റായ ഫഹദ് മർസൂഖ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പകൽ സമയത്ത് പ്രധാനമായിട്ടും നമ്മുടെ ഉച്ചവെയിൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പരമാവധി നേരിട്ട് കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. അതിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാൻ ശ്രമിക്കണം. ധാരാളമായി വെള്ളം കുടിക്കാൻ ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രമിക്കണം. ദാഹമില്ലെങ്കിലും വലിയ രീതിയിൽ വെള്ളം കുടിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം നിർജ്ജലീകരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പരമാവധി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ട് ഈ സമയത്തെ നേരിടണമെന്നാണ് പൊതുവെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാഠിന്യമേറിയ ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾ, പുറം ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളെല്ലാം ആവശ്യമായ വിശ്രമത്തോടുകൂടി മാത്രം അവരുടെ തൊഴിൽ തുടരാൻ ശ്രമിക്കണം. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീട പോരാട്ടത്തിൽ ആദ്യ ദിവസം കളി അവസാനിക്കുമ്പോൾ കേരളത്തിനെതിരെ വിദർഭ 4 വിക്കറ്റിന് 254 റൺ എന്ന നിലയിൽ. നാഗ്പൂരിലാണ് മത്സരം. കേരളത്തിന് വേണ്ടി എം.ഡി. നിധീഷ് 2 വിക്കറ്റ് വീഴ്ത്തി. കന്നി രഞ്ജി ട്രോഫി കിരീടം ലക്ഷ്യമിട്ടാണ് കേരളം കളത്തിലിറങ്ങിയത്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ എഫ്സി ഹൈദരാബാദ് എഫ്സി പോരാട്ടം. വൈകുന്നേരം 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. വനിതാ പ്രീമിയർ ലീഗ് 2020 ടൂർണമെന്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് യുപി വാരിയേഴ്സുമായി ഏറ്റുമുട്ടും. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ 2 സംവിധായകരുടെ സിനിമകൾ പ്രദർശനത്തിനെത്തുന്നു. വി.എസ്. സനോജ് സംവിധാനം ചെയ്ത അരിക്, മനോജ് കുമാർ സി.എസ്. സംവിധാനം ചെയ്ത പ്രളയശേഷം ഒരു ജലകന്യക എന്നീ ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. മറ്റന്നാൾ തിരുവനന്തപുരം ശ്രീ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ പ്രദർശനോദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം നാളെ. ശബരിമല റോപ്പ് വേ പദ്ധതി നിർമ്മാണം വൈകാതെ ആരംഭിക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ആശാവർക്കർമാരോട് സംസ്ഥാന സർക്കാരിന് അനുഭാവപൂർണമായ നിലപാടാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ആശാമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിൽ ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ. ബലിതർപ്പണത്തിനൊരുങ്ങി ആലുവ മണപ്പുറം. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ കിരീട പോരാട്ടത്തിൽ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ കേരളത്തിനെതിരെ വിദർഭ 254 റൺസ് എന്ന നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.